ഇരട്ട കൊലപാതക കേസിൽ വിധി പകർപ്പ് ലഭിച്ചതിനു ശേഷം പ്രതികരിക്കാമെന്ന CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ. എല്ലാ പ്രതികൾക്കെതിരെയും ഒരേ വകുപ്പായിരിക്കില്ല ചുമത്തുക. അതുകൊണ്ട് തന്നെ വിധി പ്രസ്താവനയ്ക്ക് ശേഷം ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും MV ബാലകൃഷ്ണൻ മാസ്റ്റർ. പാർട്ടി പെരിയ സംഭവം ഉണ്ടായതിനു ശേഷം നിങ്ങൾ തന്നെ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി. അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴും ശരിയാണ്, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ മറ്റ് പലരും പറയുന്നത് പോലെ, ആക്ഷേപിക്കുന്നത് പോലെ പാർട്ടിയുടെ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമേ അല്ല ഇത് എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സംഭവം ഏറെ വേദനാകരമാണ് എന്ന കാര്യവും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളൊക്കെ സുഹൃത്തുക്കൾ കാണേണ്ട ഒരു കാര്യം, 2019 ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടുന്ന് ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ CBI വരുന്നത്. ആ CBI അന്വേഷിച്ച് രാഷ്ട്രീയമായി ഗൂഢാലോചന നടത്തി എന്ന് CBIയുടെ നിഗമനമാണ് ഈ നിങ്ങൾ പറഞ്ഞ പാർട്ടിയുടെ KV കുഞ്ഞിരാമൻ അടക്കമുള്ള പാർട്ടി നേതാക്കളെ പ്രതികളാക്കി ചേർത്തിട്ടുള്ളത്. അന്നൊരു സമ്മേളനം നടക്കുന്ന ഒരു സന്ദർഭമാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് വെച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുവരെ ഞങ്ങൾ ആ കേസിൽ ഇടപെട്ടിട്ടില്ല. CBI വന്ന് നമ്മുടെ നേതാക്കന്മാരെ രാഷ്ട്രീയമായിട്ട് കേസിൽ പ്രതികളാക്കുന്നത് വരെ ഞങ്ങൾ ആ കേസുമായിട്ട് ഇടപെട്ടിട്ടില്ല പാർട്ടി എന്നുള്ള നിലയിൽ എന്ന് ഞാൻ അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, CBI ഇത് ബോധപൂർവം ഈ നേതാക്കളെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ കാര്യത്തിൽ ഗൗരവമായ പരിശോധന, ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, തുറന്നു പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നേതാക്കന്മാരെ പ്രതികളാക്കുകയാണ് CBI. ഇപ്പോഴും അതിൻ്റെ വിധിപ്പകർപ്പ് പൂർണ്ണമായിട്ട് വരട്ടെ. ഇവർ ചെയ്ത കുറ്റം എന്താണെന്നുള്ളത് നമ്മൾ വിശദമായി വായിച്ച് പഠിച്ച് എങ്ങനെയാണ് കോടതി ഇതിലെത്തിയിട്ടുള്ളത് എന്ന് നോക്കാം. ആ നേതാക്കളുടെ കുറ്റം, ആ നിരപരാധിത്വം തെളിയിക്കാൻ ഞങ്ങൾ ഏതൊറ്റവനും പോകാൻ ബാധ്യസ്ഥരല്ലേ ഈ പാർട്ടി നേതാക്കന്മാരല്ലേ ഇവർ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവർ കുറ്റം നിരപരാധികളാണ്. ഇത് നാട്ടുകാരോട് ചോദിക്കുക. ഇപ്പം പുറമേ ജില്ലക്കാർക്കാണെങ്കിൽ അത്ര വേഗം മനസ്സിലാവില്ല. ഈ പ്രതികളടക്കമുള്ള KV കുഞ്ഞിരാമനും പാർട്ടിയുടെ നേതാക്കന്മാരടക്കം ജീവിക്കുന്ന പ്രദേശമാണല്ലോ ഇത്. കുഞ്ഞിരാമൻ MLA ആയി 2 വട്ടം KV കുഞ്ഞിരാമനെ തെരഞ്ഞെടുത്ത മണ്ഡലത്തിൽ പെടുന്നതാണല്ലോ ഇത്. ആ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ട് നിരന്തരം ബന്ധം വെക്കുന്ന ഒരു നേതാവല്ലേ KV കുഞ്ഞിരാമനടക്കമുള്ള ആളുകൾ. നാട്ടുകാർ പറയോ? നിങ്ങൾ ചോദിച്ചു. ഇതെല്ലാം കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വായാടിത്തരെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ. പാർട്ടി മാറുന്നത് കേസുമായിട്ട് എന്താ ബന്ധം? CK ശ്രീധരൻ ഇപ്പോൾ CPM-ലേക്ക് വന്നു. ഇന്നാണോ വന്നത്? CK ശ്രീധരൻ മാത്രമാണോ CPM-ലേക്ക് വന്നിട്ടുള്ളത്? കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് പോയിട്ടില്ലേ? കോൺഗ്രസ്സുകാർ വേറെ പാർട്ടിയിൽ പോയിട്ടില്ലേ? കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പ്രാമാണികരായ നേതാക്കൾ ഒരാളാണ് CK ശ്രീധരൻ. ആ CK ആണല്ലോ ചീമേനി കേസിൽ വാദിച്ചിട്ടുള്ളത്. കോൺഗ്രസിന് വേണ്ടിയിട്ട് അന്നേരം ഞങ്ങളെന്തും പറഞ്ഞു. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടല്ലല്ലോ CPM-ലേക്ക് വന്നിട്ടുള്ളത്. CK ശ്രീധരൻ കോൺഗ്രസിന്റെ നയത്തിൽ അങ്ങേയറ്റം വിഷമം തോന്നിയിട്ട് ആ കോൺഗ്രസിന്റെ നയം മതനിരപേക്ഷ സമീപനമല്ല കോൺഗ്രസ് എടുക്കുന്നത് എന്ന് കണ്ടിട്ടാണ് CPM-ലേക്ക് CK ശ്രീധരൻ വന്നിട്ടുള്ളത്.